ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ INTUC കൊച്ചി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി KSEB ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് INTUC സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി INTUC കൊച്ചി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ മുൻ മന്ത്രിയും ജില്ലാ UDF ചെയർമാനുമായ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയുമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്താ, ഞങ്ങൾ അറിഞ്ഞില്ല, മന്ത്രി ഞങ്ങൾ അറിഞ്ഞില്ല, അതോറിറ്റിയാണെന്ന് പറയും. ഈ അതോറിറ്റിയിൽ ആരാ മെമ്പർമാർ? പഴയ വൈദ്യുതി മന്ത്രി MM മണിയുടെ PS ആയിരുന്നാണ് ഒരാൾ, മറ്റ് രണ്ടുപേരും CPM ബന്ധമുള്ള ആളാണ്. പഴയ ഗവൺമെൻറ് സെക്രട്ടറിയാണ് ശ്രീ TK ജോസാറിൻ്റെ അതോറിറ്റി. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അതോറിറ്റി നിലയിലുള്ളത്. പിന്നെ അതോറിറ്റി ചെയ്യുമ്പോഴേക്കും ചില ഫോർമാലിറ്റി ഇല്ലേ. INTUC കൊച്ചി റീജിയണൽ പ്രസിഡന്റ് സെൽജൻ അട്ടിപ്പേറ്റി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന കമ്മിറ്റി അംഗവും കൊച്ചി UDF ചെയർമാനുമായ ജോൺ പഴയേരി മുഖ്യ പ്രഭാഷണം നടത്തി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില നിലവാരം വർദ്ധിച്ചു. സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. ആ അവസ്ഥയിലാണ് ഇന്ന് കേരള സർക്കാർ നമ്മുടെ വൈദ്യുതി ചാർജ് ഭീമമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു യൂണിറ്റിന് 16 പൈസ കൊണ്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ ഷെൽജൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. 8 വർഷം കൊണ്ട് 5 തവണയാണ് ഈ സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അത് 1ഉം 2ഉം കാശല്ല, ഭീമമായ വർധനമാണ് നടത്തിയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? കൊച്ചി നോർത്ത് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാരായ VH ഷിയാബുദ്ദീൻ, PP ജേക്കബ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. INTUC ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ജറീസ്, ജില്ലാ കമ്മിറ്റി അംഗം ലിജി ടൈറ്റസ്, സുമിത് ജോസഫ്, സേവ്യർ പുളിക്കൽ, ഡീൻ റൊസാരിയോ, ഷമീർ, നിഷാന്ത്, സിറാജ്, പ്രശാന്ത്, പ്രത്യുഷ് പ്രസാദ്, ജോഷി, ജോണി, അക്കു, ഐഷ, BV, സാജിദ, ഉബൈദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.